നമ്മുടെ കൊട്ടാരക്കരയിലെ ടിന്റുമോൻ ഇന്നലെ വീട്ടിൽ കയറി മുറിയിൽ കതക് മടച്ച് ഫോണും സ്വിച്ച് ഓഫ് ആക്കി ഇരിക്കുക, ധ്യാനമിരിക്കുക. വിശ്വാമിത്ര മഹർഷി ഇരുന്നതുപോലെ ശക്തി സംഭരിക്കാൻ ഇരിക്കുകയാണ്. പച്ച വെള്ളം പോലും പാവം കുടിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ജ്യൂസാണ് കുടിക്കുന്നത്. ഊണ് കഴിച്ചിട്ടേ ഇല്ല, ബിരിയാണിയാണ് ഇടയ്ക്ക് കഴിച്ചത്. മഹർഷി മരത്തിന്റെ ചുവട്ടിലാണെങ്കിൽ ടിന്റുമോൻ AC റൂമിലാണെന്ന വ്യത്യാസമേ ഉള്ളൂ. ആരെയും മുറിയിലോട്ട് കയറ്റുന്നില്ല. കടുത്ത വ്രതമാണ്. എന്തിനാണെന്നറിയാം? സോഷ്യൽ മീഡിയയിൽ തെറി വിളിച്ചവരെല്ലാം ഭസ്മമാക്കുന്ന വരം കിട്ടാനാണ് ധ്യാനമെന്ന കൂടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തെറി വിളിക്കുന്നവർ സൂക്ഷിച്ചോ, പണി കിട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മാനസിക നില തെറ്റാൻ കാരണം എന്താണെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് യഥാർത്ഥ കാര്യം ടിന്റുമോൻ തന്നെ പറയുന്ന വീഡിയോ കണ്ടത്. 1-2 അല്ല, 8 കോടി രൂപ ടിന്റുമോൻ ആവശ്യമുണ്ട്. ഫാക്ടറി പണിത് 100 പേർക്ക് തൊഴിൽ കൊടുക്കാനോ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനോ ഒന്നുമല്ല, സ്വന്തം പേരിൽ പ്രാർത്ഥനാലയവും ശീതീകരിച്ച കൺവെൻഷൻ സെന്ററും ഒക്കെ പണിയാനാണ്. ദൈവത്തിന്റെ പേരും പറഞ്ഞ് 8 കോടിക്ക് തെണ്ടുന്നത്. ഞാൻ ഒരു ശരം ചെയ്യുകയാണ്. എത്ര കോടിയാ വേണ്ടിയേ? ഇനി ചർച്ചിന് ഏകദേശം 8 കോടി രൂപയുടെ 8 കോടി രൂപ. ഈനാം ബീച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്ന പണ്ടുള്ളവർ പറയുന്നത് പോലെയാണ് കൂടെ നിൽക്കുന്ന പാസ്റ്റർ PG വർഗീസ്. ഇയാൾ നല്ലൊരു മനുഷ്യനാണെന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. ഇയാളെ കുറിച്ചൊരു ബഹുമാനമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിലായി അയാളും ഇവന്മാരുടെ തലതൊട്ടപ്പനാണെന്ന്. രണ്ടുപേരും ഇറങ്ങിയിരിക്കുക കന്നാസും കടലാസും പോലെ. ഒരു ഫാക്ടറിയോ ഇൻഡസ്ട്രിയോ ആയിരുന്നെങ്കിൽ ഒരു 100 കുടുംബം ജീവിച്ചു പോയേനെ. കാലിത്തൊഴുത്തിൽ പറഞ്ഞ യേശുവിനെ ആരാധിക്കാൻ 8 കോടിയുടെ ആലയം വേണം പോലും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്ത് സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, വെറും 8 കോടി എന്ന്. ഇവനെയൊക്കെ ക്രിസ്ത്യാനിറ്റി നശിപ്പിക്കുന്നതെന്നാണ് ഇത് കണ്ടിട്ട് ഒരു വിശ്വാസി പറഞ്ഞത്. കൊറോണയുടെ സമയത്ത് ഇവന്മാരെ കാണാനില്ലായിരുന്നു. അങ്ങനെയാണ് മറ്റൊരു വിശ്വാസിയുടെ കമന്റ്. ജനങ്ങളെ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊള്ളയടിപ്പിക്കുന്ന ഇത്തരം ഉടായ്പ പരിപാടി നിയന്ത്രിക്കാൻ സർക്കാർ സ്വമേധയാ കേസെടുത്ത് ഇങ്ങനെയുള്ളവരെ ശിക്ഷിക്കണമെന്നാണ് ഒരു വിശ്വാസി ആവശ്യപ്പെടുന്നത്. 8 കോടി വേണമെന്ന് പറഞ്ഞത് കേട്ടില്ലേ? പെട്ടെന്ന് വേണം. ഉടുതുണിക്കും മറുതുണിയും ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ, വീടും സ്ഥലവും ജപ്തി നോട്ടീസ് കിട്ടിയവർ, മക്കളെ പഠിപ്പിക്കാൻ വിടാൻ കഷ്ടപ്പെടുന്നവർ, സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്തവര്, ക്യാൻസർ രോഗികൾ, ഇങ്ങനെയുള്ളവരാണ് ഇവന്മാരുടെ അടുത്ത് വരുന്നത്. അവരെല്ലാവരും കൂടി 8 കോടി നൽകി ആദരിക്കണം ഇവനെ. നടവരവ് കുറയുമ്പോൾ ഭ്രാന്ത് വരുമെന്ന് പറയുന്നത് എത്രയോ ശരിയാ. ഒരു നയാ പൈസ കൊടുക്കില്ലെന്ന് ജനം പ്രതിജ്ഞ എടുത്താൽ ഇവന്മാരുടെ ഭ്രാന്തും അതിമോഹവും അത്യാർത്ഥിയും ജഡമോഹവും കാൺമോഹവും ജീവന പ്രതാപവും എല്ലാം പമ്പ കടക്കും. കാശില്ലെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് സമനില വീണ്ടെടുക്കാൻ വിശ്വാസികൾ പ്രാർത്ഥിക്കണം. ഈ ഞായറാഴ്ചത്തെ പ്രാർത്ഥന ഇവരുടെ ഭ്രാന്ത് മാറ്റാനും ക്രിസ്ത്യാനികൾക്കുണ്ടാകുന്ന നാണക്കേട് മാറാനും വേണ്ടിയാകണമെന്നാണ് നിഷ്കളങ്കയായ ഒരു വിശ്വാസി പങ്കുവച്ച കുറിപ്പ്. 8 കോടിയുടെ പള്ളിയൊന്നും വേണ്ട മോനെ. എന്തിനാ? ദൈവസന്നിധിയിൽ എവിടെ കൂടിയാലും ദൈവം കേട്ടോളൂ. എന്റെ നാമത്തിൽ 3 പേര് എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ വെച്ച് ബിസിനസ് ചെയ്യരുത്. പാവം വിശ്വാസി ഒരു വീട് വയ്ക്കാൻ സഹായിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നാണ് ഈ കുറുവ സംഘത്തിലെ നേതാവ് പറയുന്നത്. ഇവനോട് അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് തിരിച്ചും പറഞ്ഞാൽ മതി, ആ കഴപ്പങ്ങ് മാറിക്കോളും. ഇവന്മാരൊക്കെ പാവങ്ങളും കൂലിപ്പണിക്കാരുമായ മൊണ്ണ വിശ്വാസികളോട് പണം ചോദിക്കാൻ ഒരു എളുപ്പമില്ല. കർത്താവിനെ വിറ്റ് ജീവിക്കുന്ന ചെറ്റകൾ പോയി പണിയെടുത്ത് ജീവിക്കട എന്നാണ് അവരുടെ മുഖത്ത് നോക്കി പറയേണ്ടത്. ഇപ്പോൾ തന്നെ അവന്റെയൊക്കെ ബാങ്കിൽ 4 തലമുറയ്ക്ക് കഴിയാനുള്ളത് മറ്റുള്ളവരിൽ നിന്നും തെണ്ടിപ്പിരിച്ചിട്ടുണ്ട്. ഇനിയും വേണം 8 കോടി. പാവങ്ങൾ വിയർക്കുന്ന പണം വിശ്വാസം എന്ന ഭയം കൊണ്ട് ഇവന്മാരുടെ പോക്കറ്റിലാക്കുന്ന ഒരു പ്രക്രിയ. ഇതല്ലേ ചെയ്തു വരുന്നത്? ശീതീകരിച്ച മണിമാളികകൾ, ബെൻസ്, BMW, ഓഡി, ടയോട്ട തുടങ്ങി ലക്ഷറി കാറുകൾ, നല്ല ഭക്ഷണം, വിയർക്കാൻ പറ്റൂല, അടിപൊളി ജീവിതം. ഇവന്റെയൊക്കെ ചർച്ചിൽ പോകുന്ന ഒരു പാവം മനുഷ്യൻ വഴിയെ പോകുമ്പോൾ ഈ പറയുന്നവൻ AC ഒക്കെ ഇട്ട് മുന്തിയ കാറിൽ പോകുമ്പോൾ ഈ വാഹനം നിർത്തി അവരോടൊന്ന് ചോദിക്കൂ എവിടേക്കാണ് പോകുന്നത്? ഇല്ല. അപ്പോഴും അവന്റെ ചിന്ത എന്താ?
ആ പാവപ്പെട്ടവന്റെ പോക്കറ്റിലെ കാശ് എങ്ങനെ അവന്റെ പോക്കറ്റിൽ വരുമെന്നാണ്, അങ്ങനെ വരുത്താമെന്നാണ്. ഇവന്റെയൊക്കെ മുന്നിൽ പ്രാർത്ഥിക്കാൻ വരുന്നത് പട്ടിണി പാവങ്ങളാണ്. അന്തസ്സുള്ളവരാരും വരില്ല. ഈ പാവങ്ങളെയാണ് പറഞ്ഞു പറ്റിക്കുന്നത്. ഒന്നേ ടിന്റുമോനോട് പറയാനുള്ളൂ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ജനം പഴിക്കുക. താങ്കളെ പുറത്ത് കണ്ടാൽ ചിലപ്പോൾ ജനം പിച്ചിച്ച് പഴിക്കുക, ജനം കളിയാക്കുക, പരിഹസിക്കുക. ഇനിയെങ്കിലും നന്നായി നല്ല ഒരു സുവിശേഷകനായി പ്രവർത്തിക്കുക. അതാണ് നല്ലത്.